ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്രത്തോളം എന്നും പറയാനുള്ള പോലെ തന്നെ എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇന്നും ഞങ്ങൾക്ക് പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രാക്ടീസ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത്രയും നേരത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റിയുണ്ടാവുമായിരിക്കുള്ളൂ. പിന്നെ 5 മണി വരെ പ്രാക്ടീസ് കാരണം കൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്നും അതേപോലെ തന്നെ രാവിലെ നേരത്തെ നീച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂൾ പൂട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് ദിവസമായിട്ട് നേരം വൈകിട്ട് 7 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ നീക്കുള്ളൂ കേട്ടോ. അങ്ങനെ നീച്ചിട്ട് പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുറത്ത് മഞ്ഞൊന്നും ഇല്ല കേട്ടോ. കാരണം നേരത്തെ നീക്കിയിട്ടുണ്ടെങ്കിലല്ലേ മഞ്ഞൊക്കെ ഉണ്ടാവുള്ളൂ. നേരം വൈകി നീച്ച് എവിടെ നിന്ന് മഞ്ഞുണ്ടാവാനാ. അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ നീച്ചു. പിന്നെ നമ്മുടെ അടുക്കളത്തെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, അതൊക്കെ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ എന്താ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ നീക്കുമ്പോഴാണ് കേട്ടോ ഒരു ജോലി ചെയ്യാനൊക്കെ ഒരു എനർജി ഉള്ളൂ. നമ്മൾ നേരം വൈകിട്ട് നീച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടി പിടിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വൈകിട്ട് നീച്ചാൽ തന്നെ പണികൾ തീരാൻ തന്നെ ഉച്ചയാവും. ഒരു കാലത്ത് പണികൾ തീരില്ല കേട്ടോ. എന്നാലും നേരം വൈകിട്ട് അങ്ങനെ നീച്ച് പോവാണ് കേട്ടോ. നേരത്തെ നീക്കണം എന്നുണ്ടെങ്കിലും പക്ഷെ നേരം വൈകിട്ട് അങ്ങനെ നീച്ച് പോവാണ് കേട്ടോ. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന് ക്ലാസ്സുള്ള സമയത്താണെങ്കിലും ഏട്ടന് വർക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിലും അയ്യോ നേരത്തെ നീച്ചിട്ട് ചോറ് വെച്ച് അവർക്ക് കൊടുത്തയക്കണ്ടേ, അവർക്ക് ഫുഡ് കൊടുത്തയക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ തലേ ദിവസം രാത്രി കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ നമ്മളൊരു മനം വിട്ട് ഉറങ്ങാതെ അങ്ങനെ ഉറങ്ങിയിട്ട് നേരം വിളിച്ചായി നേരത്തെ അലാറം അടിച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നീച്ച് ചാടി നീക്കും കേട്ടോ. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ അലാറം അടിച്ചാൽ ഞാനത് ഓഫാക്കിയിട്ട് കിടന്നുറങ്ങും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു 10 ദിവസമല്ലേ ഇങ്ങനെ കിടന്നുറങ്ങാനൊക്കെ പറ്റുള്ളൂ. ഇനി തിങ്കളാഴ്ച മുതൽ 30-ാം തീയതി മുതൽ ഇന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 10 ദിവസം എന്തായാലും ഞാൻ മുതലാക്കുകയാണ് കേട്ടോ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പറയുക ഔട്ടിങ്ങിന് പോകാൻ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം അതിന് പോവുക കാരണം കൊണ്ട് തന്നെ ഇന്നലെ രാവിലെ ചോറ് വെച്ചിട്ട് ഒരു വറ്റ് പോലും ഒന്നും തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ഭാഗ്യത്തിന് കേട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിന്നലെ രാത്രി കിടക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അരിയുടെ ചോറായ കാരണം എന്ന് വെച്ചാൽ കുറുവരിയുടെ ചോറായ കാരണം കൊണ്ട് തന്നെ കേട് വന്നിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ച് ഊറ്റിയാണ് ഇട്ടെന്ന്. പിന്നെ വൈകുന്നേരത്ത് നിന്ന് വേറെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലേക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ അത് മതി. അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നേരെ സംസാരിക്കാൻ പോലും പറ്റണില്ല കേട്ടോ. അതാണ് കേട്ടോ ഈ ചാവാൻ ജീവില്ലാത്ത പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് അതും തിളച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച് ഊറ്റണം, വാർക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചായ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ചായയുടെ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ പറയുമ്പോഴാണ് എനിക്ക് ചായ വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ. കാരണം നമ്മളിങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചായക്കുള്ള വെള്ളം എടുക്കാറല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അടിച്ചു വാരലും അതൊക്കെ അടിച്ചു വാരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ചീന്തി ഉണ്ടാക്കിയ ചൂലാണ് കേട്ടോ. കുറേ ആയി ചീന്തി വെച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അത് എടുത്തത്. അങ്ങനെ അതും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും തൊട്ടപ്പുറത്ത് നീച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചു ആണെങ്കിലും തുമ്പിയാണെങ്കിലും അമ്മും ഏട്ടനും എല്ലാവരും നീച്ചിട്ടുണ്ട്. ഒക്കെ നീച്ചിട്ട് അപ്പുറത്ത് പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അടുക്കളയിൽ തന്നെയാണല്ലോ എൻ്റെ ഒരു ജീവിതം. അപ്പോൾ അതുകൊണ്ട് അടുക്കളപ്പണി തന്നെയല്ലേ നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറും കല ഇങ്ങനെ ഇറക്കി വെച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചു, എന്നാലും ആയിട്ടില്ല, ഒന്ന് ചൂട് പിടിച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ചായക്കുള്ള വെള്ളം വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക രാവിലെ തന്നെ ചോറ് ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞ കാരണമുണ്ട്. കാരണം കറിയൊന്നും വെച്ചിട്ടില്ല. കറിയിൽ നിന്ന് മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങിക്കണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുട്ട് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചെന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കിച്ചു തുമ്പി എവിടെയോ കൊണ്ടുപോയിട്ടു. ആ സാധനം ഇപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസില്ലാത്ത കാരണം കുറച്ച് ടാസ്ക്കാണ്. പുട്ടും കുറ്റി അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവും. പക്ഷെ എന്നാലും നമ്മളൊരു ഐഡിയപരമായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ കണ്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങ ചിരകിയിട്ട് ഒരു മുറി എടുത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ കേട് വരുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജില്ലാത്ത കാരണം ആകെ ഇപ്പോൾ എന്താ പറയുക ഒരുമാതിരി ആയിട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാപ്പിക്കുള്ളത്. അതൊക്കെ തിളച്ച് മറയുന്നുണ്ട്. എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കത്തിയിട്ട് നല്ല ആളി കത്തണ കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു പാത്രത്തിലേക്ക് എന്താ പറയുക
ചായപ്പൊടി കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെള്ളം ഒഴിച്ചു കേട്ടോ. കാരണം ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഈ വാൽപാത്രം, അതിൽ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാത്രത്തിൽ നിറച്ചും ചായയുടെ ആവശ്യമൊന്നുമില്ല, കാപ്പിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് 4-5 പേർക്ക് എത്ര കാപ്പി വേണം. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പൊടിയൊക്കെ കുഴയ്ക്കാൻ വേണ്ടി പൊടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. കുറേ ആയിട്ട് ഈ പൊടി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഒരു പലഹാരം ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് തന്നെ പൊടിക്കൊന്നും യാതൊരു ചിലവുമില്ല. ആകെ ഞാൻ അരിപ്പൊടി കൊടന്നു കഴിഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ് കൂടുതലും. ഇപ്പം നൂൽപുട്ടിന് അച്ചില്ലാത്ത കാരണം കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കണില്ല എന്നുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ മീഷോന്ന് ഓർഡർ ചെയ്ത നൂൽപുട്ടിൻ്റെ അച്ചായ കാരണം കൊണ്ട് അത് കടകളിലൊക്കെ അതിന് അച്ച് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് അങ്ങനത്തെ ഒരു സൈസ് പ്രസ്സിങ് അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ അച്ചുകൾ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അയ്യോ, ഞാൻ വോയിസ് പറയാതിരിക്കുന്ന സമയത്താണ് കേട്ടോ വണ്ടികളൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു അലമ്പ് ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ. പിന്നെ ഏട്ടൻ കാപ്പിയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ പുട്ടിനുള്ള പൊടിയൊക്കെ ഇങ്ങനെ കുഴച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കിയപ്പോൾ ഉപ്പില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഉപ്പൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ഞാനങ്ങനെ പൊടിയിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക ചെയ്യാറ് കേട്ടോ. അല്ലാണ്ട് ഉപ്പ് വെള്ളം കലക്കണ പരിപാടിയൊന്നുമില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അത് കുഴക്കുന്നുണ്ട് പൊടിയൊക്കെ. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ പോയിട്ട് കടയിൽ നിന്ന് ചെറുപഴവും പിന്നെ അതുപോലെ തന്നെ പപ്പടവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പപ്പടമൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ. ഏട്ടന് പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടം. പപ്പടം മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പുട്ടിനുള്ള പൊടി കുഴക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ചോറും കലം എടുത്തിട്ട് ഇറക്കി വെച്ചു കേട്ടോ. കാരണം തിളച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പുട്ടും വെക്കണ്ടേ, ഇപ്പോൾ കഴിക്കണ്ടേ ഫസ്റ്റ്, എന്നിട്ടല്ലേ ചോറ് ഉച്ചയാകുമ്പോഴത്തേനല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുട്ട് വേഗം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗ്യാസിൻ്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, ആ സാധനം എടുത്തിട്ട് അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ഒന്നല്ല കേട്ടോ, ഇരുമ്പാണ്. പ്ലാസ്റ്റിക് ആണെങ്കിലല്ലേ ഉരുകുമെന്നുള്ള പേടിയുള്ളൂ. പക്ഷേ ഇത് ഇരുമ്പായ കാരണം എനിക്ക് പേടിയുണ്ട് കേട്ടോ, ഇത് പൊട്ടുമോ എന്നൊക്കെ പേടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ വക്കുകൾ പൊട്ടുമെന്ന് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുട്ടും കുറ്റിയൊക്കെ കയറ്റി വെച്ചു കേട്ടോ. അപ്പം എനിക്കൊരു ടെൻഷൻ, ഈശ്വര അതങ്ങനെ പൊട്ടി കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യാന്ന്. അപ്പോൾ പിന്നെ പുട്ടിനുള്ള പൊടി നനച്ചതൊക്കെ പുട്ടും കുറ്റിയിലേക്ക് ആക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അത് പൊട്ടിക്കഴിഞ്ഞ് എന്താ ചെയ്യുക, നമുക്ക് ഗ്യാസ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പിന്നെ ആദ്യത്തെ ഒരു ട്രിപ്പ് പുട്ടായതിന് ശേഷം പിന്നെ ഏട്ടൻ ഓടിൻ്റെ പുട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പുട്ടുണ്ടാക്കി ഞങ്ങൾ കഴിച്ചത്. ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ, അതാണ് പിന്നെ അതന്നെ വെച്ചത്. ഫസ്റ്റത്തെ ട്രിപ്പിൽ മാത്രമേ അത് വെച്ചിട്ടുള്ളൂ. പിന്നെയൊക്കെ ഞങ്ങൾ ഓടിൻ്റെ വെച്ചിട്ട് പുട്ടുണ്ടാക്കുക ചെയ്തത് കേട്ടോ. എന്താ ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പുട്ടുണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മത്തിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. മത്തി തന്നെ ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു. ഏട്ടൻ അവിടെ ഇരുന്നിട്ട് മീനൊക്കെ നേരാക്കി തരുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെ ഒരു കുന്ന് തുണി തിരുമ്പാനും കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തിരുമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇത് വീഡിയോ എടുക്കുന്നത്. അമ്മൂനും ഇതൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മീൻ കറിക്കുള്ള സാധനങ്ങൾ നേരാക്കി. അങ്ങനെ ആരും വെറുതെ ഇരിക്കണില്ല കേട്ടോ, എല്ലാവർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ തിരുമ്പണുണ്ട്, ഏട്ടനോടെ മീൻ നേരാക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഇരുന്നിട്ട് ഉള്ളി സാധനങ്ങളൊക്കെ നേരാക്കുന്നുണ്ട്. കിച്ചും തുമ്പി പിന്നെ വെറുതെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. കിച്ചു മണ്ണിലൊക്കെ കടന്ന് ഉരുളുണ്ട് കേട്ടോ. മണ്ണിലാണ് കേട്ടോ ഫുൾ കളി ഇന്ന്. അവർ പിന്നെ അങ്ങനെ കളിച്ചോട്ടെന്ന് വെച്ചിട്ട് അത് മൈൻഡ് ചെയ്യാതിരിക്കാൻ കേട്ടോ. ഞങ്ങൾ തുമ്പിക്കുട്ടി വണ്ടിയുടെ മേലെ കയറി നിന്നിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അമ്മുവാണ് കേട്ടോ, ഞാനറിയാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ കാരണം ഞാൻ നേരം പോലെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. പുട്ടൊന്നും നേരം പോലെ കഴിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഒട്ടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാനായിട്ട് പറ്റണില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ നോക്കിയൊക്കെ കുട്ടികളുടെ കൂടെ കളിക്കാനിരിക്കുകയാണ് കേട്ടോ. കിച്ചും തുമ്പിയാണെങ്കിൽ മേമേനെ വിടണില്ലേ, മേമ കളിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരവിടെ ചോറും കറിയും വെച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് അമ്മും കൂടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. അറിഞ്ഞിട്ടില്ല, ഇവർ പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. അയ്യോ, വിറ്റായിരുന്നു. കിച്ചുവിന് തുമ്പിക്കാണെങ്കിൽ കളിക്കാനൊരാളെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എനിക്കാണെങ്കിൽ അവരെ കൂടെ കളിക്കാനായിട്ട് തീരെ സമയം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മുവാണ് കേട്ടോ ഇന്ന് കൂടിയിരിക്കുന്നത്. അമ്മുവാണ് ഇന്നത്തെ അവരുടെ. അതിന് ശേഷം പിന്നെ നമ്മുടെ മീനൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഏട്ടൻ എല്ലാം വറക്കാനുള്ളത് വേറെ, കറി വെക്കാനുള്ളത് 2 കഷ്ണമൊക്കെ ആക്കി തന്നിട്ട് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ച് വിളമ്പി കൊടുക്കണം, അത്രേ ഉള്ളൂ എനിക്ക് പണി. ഏട്ടൻ അങ്ങനെ വർക്കില്ലാത്ത ദിവസമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, ഓരോ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഇന്നും എന്നെ ഹെൽപ്പ് ചെയ്തു തന്നെ ഉള്ളൂ. അങ്ങനെ ഞാൻ വറക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട്
മാറ്റി വയ്ക്കുന്നുണ്ട്. കൂട്ടാൻ വെക്കാൻ ഞാൻ കുറച്ച് മീനേ വേണ്ടുള്ളൂ കേട്ടോ. കാരണം കറി വെച്ച മീനോട് അത്ര താല്പര്യമില്ലായിരിക്കും. ഒക്കെ വറുത്ത മീനോട് ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എന്നും പതിവ് പോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് മാത്രമല്ല അതിൻ്റെ എക്സ്ട്രാ 2 സംഭവം കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാണ് കേട്ടോ. അതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് എല്ലാവരും ചേർക്കാറുണ്ടാവും, ഞാനാണ് ചേർക്കാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ചേർക്കാറുള്ളൂ. അപ്പോൾ മത്തിയിൽ ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മത്തിയിൽ നിന്നല്ല, ഏത് മീനിലാണെങ്കിലും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് എൻ്റെ മടി അതിന് അനുവദിക്കാറില്ല. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ മീൻ വാങ്ങിച്ചിട്ട് തന്നെ കുറേ ആയിട്ടോ. അന്നേട്ടൻ മലയ്ക്ക് പോയി വന്ന് ചിക്കൻ വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് തോന്നുന്നു ഞങ്ങൾ മീൻ മേടിച്ചത്. അന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് വാങ്ങിക്കണത്. അങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ കറി വെച്ച മീൻ അവിടെ ഇരിക്കട്ടെ, അത് ഇതിൻ്റെ കൂടെ ഇടണമൊന്നുമില്ല. അത് നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടും തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം ഒന്നും ചേർക്കാറില്ല കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ മുളകൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ മാത്രം. അങ്ങനെ നമ്മുടെ അടുപ്പ് നേരത്തെ കത്തിച്ചത് കനലുള്ള കാരണം കൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. തീക്കനൽ ഓൾറെഡി അടുപ്പിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓലയൊക്കെ ഒന്ന് വെച്ചപ്പോൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിറകൊക്കെ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങി കേട്ടോ. പുകയൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കത്തി പിടിച്ചു കേട്ടോ. അതുകൊണ്ട് ആശ്വാസമായി. അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കൽ പറഞ്ഞ ടാസ്ക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ നമ്മുടെ മീൻകറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം മീൻകറി വെക്കാൻ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നുമല്ല, എന്നും സാധാരണ നമ്മൾ വെക്കണ പോലെ തന്നെ വെക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇന്ന് വെക്കുന്നത്, അതാണ് പ്രത്യേകത എന്ന് മാത്രം. എന്താ പറയുക, ഞാനല്ലെങ്കിൽ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇന്ന് വെളിച്ചെണ്ണയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ സവാളയൊക്കെ വാട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇഞ്ചിയും ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ചതാണ് കേട്ടോ. അതും അങ്ങനെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കണം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വാടണം. അതിന് ശേഷമാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ തക്കാളിയും ഇട്ട് കൊടുത്തു. കുളിച്ചിട്ട് നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അതാണ് എൻ്റെ കോലം എങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് പണി ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ പൊടികൾ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. തീ നന്നായിട്ട് കത്തണ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ചട്ടി ഇങ്ങോട്ട് ഇറക്കി വെച്ചത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചട്ടി ഇറക്കി വെച്ചത്. നല്ല ചൂടായി കഴിഞ്ഞാൽ ഉള്ളിയും അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിവെള്ളം ഞാൻ അരിപ്പയിൽ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, പുളിയുടെ ആ ചണ്ടികളും പിന്നെ അതുപോലെ തന്നെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം കറിയിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനിലായാലും ചിക്കനിലായാലും ബീഫിലായാലും ഒക്കെ കുരുമുളക് ഇടാതെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കറി എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നും വെക്കണേക്കാൾ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മീൻകറി വെക്കൽ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മീനൊക്കെ വറക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് മുഴുവൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. മീനൊക്കെ വറക്കാനാണെങ്കിലും വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. ഞാനിങ്ങനെ പറയുമെങ്കിലും എപ്പോഴൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഓയിൽ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ട്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ കറിവേപ്പിൻ്റെ ഇലയായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.